ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ വീടിൻ്റെ പേരിൽ ഞാനൊരു വോട്ടർ ഐ ഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും സൗമ്യയും ഈ വീടിൻ്റെ പേരിൽ 2018 മുതൽ ഞങ്ങളുടെ കൈവശമുള്ള കാശ് കൊടുത്ത് വാങ്ങിയതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സൗമ്യ അതൊക്കെ കാണിക്കും, എൻ്റെ അതൊന്നുമില്ല. അപ്പോൾ അതടക്കമുള്ള ഈ വീടിൻ്റെ പേരിൽ ഇവിടെ താമസം തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ പാർലമെന്റിന് വോട്ട് ചെയ്തത് 2024 പാർലമെന്റിന് വോട്ട് ചെയ്ത് ഒറ്റപ്പാലത്താണ്. സൗമ്യയും വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് തന്നെയാണ്. അത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരാളാണ് സൗമ്യ. 2022-23 കാലഘട്ടത്തിലാണ് സൗമ്യ ഒരുപക്ഷെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുകളിൽ താമസിച്ചത്. കാരണം സൗമ്യ അവൈറ്റിസ് ആശുപത്രിയിൽ ഷാർജയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള 11 മാസത്തിൽ കൂടുതൽ, ഏകദേശം 1 വർഷത്തോളം കാലം അവൈറ്റിസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസാവകാശമുള്ള ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വോട്ടിന് അപേക്ഷിച്ച് ആ വോട്ടർ ഐ ഡി കാർഡായി തപാലിൽ അയച്ചു കിട്ടിയ എൻ്റെ വോട്ടർ ഐ ഡി കാർഡാണിത്. എൻ്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇതിലുണ്ട്, ചിന്താനഗർ പാലക്കാട്. വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഇവിടെ എൻ്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയെന്നൊക്കെ ഇന്നലെ BJPയും പറയുന്നത് കേട്ടു. ഈ വീടിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല. ഇതെൻ്റെ അഫിഡവിറ്റാണ്, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇലക്ഷൻ അഫിഡവിറ്റ് ഞാൻ കൊടുത്തത്, അതിപ്പോൾ ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. വളരെ കൃത്യമായിട്ട് എൻ്റെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP അത് ഇന്ന് മലക്കം മറിഞ്ഞു. അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ സ്വന്തം വീട്ടിലല്ല താമസം എന്നൊക്കെയാണ് ഇന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ 1,95,000 വോട്ടർമാരിൽ പാലക്കാട് ജനിച്ചു വളർന്നവർ എന്നുള്ള ഐഡന്റിറ്റിയിലുള്ളവർ 2 പേർ മാത്രമാണ്. ഒരു 70% വരെ പോകാം. ബാക്കി 50,000-ഓളം വോട്ടർമാർ ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് സെറ്റിൽ ചെയ്തവരോ ഇവിടെ ഒരു ജോലി ആവശ്യത്തിനോ ഒരു വീട് വാങ്ങിയിട്ടോ ഒക്കെ ഇവിടുത്തുകാരായി മാറിയതാണ്. ഞാൻ പാലക്കാടുകാരനാണ് എന്ന് പറയുന്നതാണ് പലർക്കും സങ്കടമെങ്കിൽ ഞാനതിനെന്താ ചെയ്യാം? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് തിരുവില്ലാമലയിലും പഠിച്ചത് പഴയന്നൂരും പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും അതിനുശേഷം ജോലിയായിട്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരും. ഇതൊക്കെ തുറന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. 33-ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച ശേഷം ഞാൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങുന്നു. 2 കൊല്ലത്തിന് ശേഷം പാലക്കാട് ഒരു വീട് വാങ്ങുന്നു. പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് താമസം തുടരുന്നു. എൻ്റെ ഈ വീട്ടിലേക്കുള്ള ID-യിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്ത് മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു 5 വർഷക്കാലമായിരുന്നു എൻ്റെ 2016-21 കാലഘട്ടം. ആ കാലഘട്ടത്തിലും അതിനുശേഷവും എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീട് മാത്രമായിരുന്നു. ആ വാടക വീട്ടിലെ റെന്റ് അഗ്രിമെന്റിന്റെ പേരിലുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് എനിക്ക് അവിടുത്തെ വോട്ടർ ID പോലും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വസ്തുതകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസും BJPയും വ്യാപകമായി ആളില്ലാത്ത വീടിന്റെ വാടക വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടു നമ്പർ ഇല്ലാത്ത, വളരെ വളരെ രഹസ്യാത്മക സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ്, വ്യാജ വോട്ടാണെന്ന് പറഞ്ഞ് കൃത്യമായി CPM 2 ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോൾ അതിനെ തടയിടാൻ വ്യക്തിയധിക്ഷേപം നടത്തി വോട്ടിൽ നിന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യയും ഇവിടുത്തെ വോട്ടർമാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസ്സുകാരോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണമെന്ന് കൂടി പറയുകയാണ്.